സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ്. ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ, അപ്പോൾ പ്രചാരണം നല്ല ചൂടിലാണ്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയൊന്ന് നോക്കാം. കൂടുതൽ വിവരങ്ങൾ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്ന വെബ്സൈറ്റിലും ബ്ലോഗിലുമുണ്ട്. ലോകത്തെവിടെ നിന്നും നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. നമ്മുടെ ഈ സംസാരത്തിന്റെ ലക്ഷ്യം ഈ വിവരങ്ങളിലെ പ്രധാന പോയിന്റുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതാണ്. ശരിയാണ്. നിലമ്പൂരിലെ കാര്യം ഇതൊരു സാധാരണ ഉപതെരഞ്ഞെടുപ്പല്ല. ശരിക്കും രാഷ്ട്രീയമായിട്ട് നല്ല പ്രാധാന്യമുണ്ട് ഇതിന്. പിന്നെ മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിനപ്പുറം വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെ, പ്രചാരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ട് കടക്കുകയാണ് അല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ LDFന് വേണ്ടി നേരിട്ടിറങ്ങുന്നു. അതെ, സ്വരാജിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമായി. ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കുക എന്ന്. അത് പ്രവർത്തകർക്ക് നല്ല ഊർജം കൊടുക്കുമോ? തീർച്ചയായും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം LDFന് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ സാന്നിധ്യം സ്വരാജിനു ഗുണകരമാവും എന്നൊരു ചിന്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട്. ഓഹോ, അതെങ്ങനെ? ഒരു വലിയ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അൻവറിന്റെ സാന്നിധ്യം ചിലപ്പോ UDF വോട്ടുകളിലോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകളിലോ ഒരു വിള്ളനുണ്ടാക്കി അത് തങ്ങൾക്ക് അനുകൂലമാക്കാമെന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. ഇതിനെ ഒരു അൻവർ ഇഫക്റ്റ് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അപ്പോ അങ്ങനൊരു കണക്കുകൂട്ടൽ. മറുവശത്ത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനായി ദേശീയ നേതാക്കൾ തന്നെ വരുന്നുണ്ടല്ലോ. പ്രിയങ്ക ഗാന്ധി വയനാട് MP കൂടിയാണവർ. ജൂൺ 14-നെത്തുന്നു. അത് വലിയ വാർത്തയാണ് എന്ന് പറയാം അല്ലേ? തീർച്ചയായും. പ്രിയങ്കയുടെ വരവ് അത് UDF ക്യാമ്പിൽ നല്ല ആവേശമുണ്ടാക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരം, പിന്നെ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് UDF കൂടുതലായിട്ട് ഉയർത്താൻ ശ്രമിക്കുന്നത്. അതേസമയം യൂസഫ് പഠാന്റെ വരവ് അൻവറിന്റെ ക്യാമ്പിനും ഒരു ഉണർവ് നൽകും. ഓരോ വോട്ടും ശരിക്കും നിർണായകമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ശരിയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നും പറയുന്നുണ്ടല്ലോ. ഇടതുപക്ഷം ജയിച്ചാൽ അത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അവർക്കൊരു വലിയ മുൻതൂക്കം നൽകുമെന്നും UDFന് തിരിച്ചടിയാകുമെന്നുമൊക്കെ നിരീക്ഷണങ്ങളുണ്ട്. അതെ അതെ, രാഷ്ട്രീയ പ്രാധാന്യം വളരെ കൂടുതലാണ്. പക്ഷേ ഈ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നിലമ്പൂരിലെ ഭൂരഹിതരായ ആദിവാസികളുടെ പ്രശ്നം പോലെ അത് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. പ്രളയം, വന്യജീവി ആക്രമണം, ഇതൊക്കെ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകളായി സ്വന്തം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഇവരുടെ കാര്യം അത് പലപ്പോഴും ആരും ശ്രദ്ധിക്കുന്നില്ല. അതെന്തായിരിക്കും കാരണം? ഈ വിഷയം എന്തുകൊണ്ടാണ് മുഖ്യധാരയിൽ വരാത്തത്? അന്യാധീനപ്പെട്ട ഭൂമി തിരികെ നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഏകദേശം 60 കുടുംബങ്ങൾ ഇപ്പോഴും സമരത്തിലാണെന്ന് കേൾക്കുന്നു. പല കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷേ ഈ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് വോട്ട് കിട്ടില്ലെന്നൊരു തോന്നൽ പാർട്ടികൾക്കുണ്ടാവാം. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ശക്തരായ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഇല്ലാത്തതുകൊണ്ടാവാം. പ്രതിപക്ഷ നേതാവ് ആ സമരപന്തലിലൊന്ന് പോയിരുന്നു. അതൊഴിച്ചാൽ രണ്ട് മുന്നണികളുടെയും പ്രധാന നേതാക്കളാരും ഈ വിഷയത്തിൽ ഒരു തുടർച്ചയായ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഏകദേശം 20,000-ൽ കൂടുതൽ വരുന്ന ഒരു വിഭാഗം ആളുകളുടെ അടിസ്ഥാന ആവശ്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും വേണ്ടത്ര ഗൗരവം കിട്ടുന്നില്ല എന്നത് അത് കുറച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അവസാന ഘട്ടത്തിൽ പ്രചാരണം നല്ല കടുപ്പത്തിലാണ്. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും യൂസുഫ് പഠാനും ഒക്കെ രംഗത്തുണ്ട്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം LDFന് ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ CPMനുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം ഈ രാഷ്ട്രീയ ബഹളങ്ങൾക്കിടയിൽ ശ്രദ്ധ കിട്ടാതെ പോകുന്ന നിലമ്പൂരിലെ ആദിവാസി ഭൂപ്രശ്നവും നമ്മൾ കണ്ടു. അതെ, ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ വലിയ ഒച്ചപ്പാടുകൾക്കിടയിൽ പ്രാദേശികമായിട്ടുള്ള, എന്നാൽ ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് പലപ്പോഴും ആരും കാണാതെ പോകുന്നത്? ജനാധിപത്യത്തിൽ എല്ലാ ശബ്ദങ്ങളും, പ്രത്യേകിച്ച് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾ ഒരുപോലെ കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.